അങ്ങനെയൊരു സാധാരണ ഞായറാഴ്ച ദിവസം 1/2 കിലോ ബീഫും 1/4 കിലോ കൂർക്കയാണ് നമ്മുടെ ഇന്നത്തെ താരം. നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തൃശ്ശൂരുള്ള ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ഞായറാഴ്ച രാവിലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇറച്ചിമണമൊക്കെ അടുക്കളയ്ക്ക് ഉണ്ടായില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ നമ്മൾ കലൂർ മാർക്കറ്റിൽ പോയി കുറച്ചിറച്ചി, വളരെ കുറച്ചിറച്ചി, നമ്മൾ വളരെ കുറച്ച് പേരല്ലേ കഴിക്കാനുള്ളൂ, വളരെ കുറച്ച് മാത്രം വാങ്ങിച്ചു. ചെറിയൊരു കഷ്ണം നെയ്യ് അതിലില്ലാത്തതിൻ്റെ എല്ലാവിധ മാനസിക ബുദ്ധിമുട്ടുകളും അത് ഉണ്ടാക്കുമ്പോഴും തിന്നുമ്പോഴും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇറച്ചിയെല്ലാം നല്ലപോലെ കഴുകി വാരി എടുത്തു. ചിക്കൻ കഴുകാനാണ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. ബീഫ് ആകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് കഴുകി എടുക്കാനായിട്ട് എപ്പോഴും പറ്റാറുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില മുതലായ എല്ലാ സാധന സാമഗ്രികളും നമ്മളിടുന്നു. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, വേപ്പില, അല്പം മല്ലിയില, ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ കൂട്ടി തിരുമ്മി നമ്മൾ അടുപ്പത്തേക്ക് വെക്കാനായിട്ട് പോവുകയാണ്. അടി പിടിക്കാതിരിക്കാനായിട്ട് ഇത് നല്ലപോലെ തിരുമണ കാര്യം ആരും മറന്നു പോകരുത്. കാരണം എക്സ്ട്രാ നമ്മൾ അഡീഷണൽ വെള്ളം ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അതിനാണ് ആ ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രം ചേർക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കാരണം ഇത് കൂട്ടാൻ കാച്ചുമ്പോഴും ആവശ്യമാണ്, ഈ ബീഫ് വേവിക്കുന്ന സമയത്ത് നമുക്കിത് ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ മിക്സിംഗ് പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ അടുപ്പത്തേക്ക് പോവുകയാണ്. 3 വിസിലാണ് നോർമലി കേൾക്കാറ്. ഫുള്ളിലിട്ടിട്ട്, അതായത് സ്റ്റവ് ഫുള്ളിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് 1 വിസിലും അത് കഴിഞ്ഞൊരു 2 വിസിൽ, അത് കഴിഞ്ഞത് തുറന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ പിന്നെ ഇത് കൂടുതൽ സാധനങ്ങളൊക്കെ വേണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ അവിടെയുള്ള കുറച്ച് അൽക്കുരുത്ത് പരിപാടികളെല്ലാം ഒതുക്കി വെച്ച് വളരെ കുറച്ച് വൃത്തിയേട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വല്ലപ്പോഴല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ 1/4 കിലോ ആണെങ്കിലും കൂർക്ക് ഇതുപോലെ വെളുത്ത് വരാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ 1, 2, 3 എന്ന് എണ്ണി തീരുമ്പോഴത്തേനും നമ്മുടെ 3 വിസിലും വന്നു. പിന്നെ അതിൻ്റെ ആവിയെല്ലാം പോയോ ഇല്ലയോ എന്ന് വളരെ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ ഞാനത് നോക്കി മനസ്സിലാക്കി. കാരണം കുക്കർ പൊട്ടിത്തെറിച്ച വലിയ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കുക്കറിൽ നമ്മളെ വളരെ കാര്യമായി സഹായിച്ചു. ബീഫെല്ലാം വെന്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂർക്കയും കൂടി ഇട്ട് 1 വിസിലും കൂടെ കേൾപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ 1 വിസിലും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേനും കൂർക്കയും ബീഫും ഏകദേശം റെഡിയാവും. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ബാക്കി നമ്മുടെ ചട്ടി ചൂടാകുന്നതിന് മുൻപ് തന്നെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതത്ര വലിയ പണിയുള്ള പരിപാടിയൊന്നുമല്ല. ആകെ ഒരു കറിയല്ലേ ഉണ്ടാക്കണുള്ളൂ. സോ സിമ്പിൾ. ചട്ടി ചൂടാവുന്നു. ആസ് യൂഷ്വൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, അതും ചൂടാവുന്നു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു, നമ്മൾ എടുത്ത് വെച്ച് സവാള ഇടുന്നു. ചുവന്നുള്ളി ഇടണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നന്നാക്കാനുള്ള ബുദ്ധിമുട്ട് ഓർത്തപ്പോഴത്തേനും പിന്നെ സമയക്കുറവ് കൊണ്ടും ഞാൻ സവാള മാത്രമാണ് ഇട്ടിരിക്കുന്നത്. സവാള ഇടുന്നു. അതെല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞ് ശരിയായ രീതിയിൽ വരുമ്പോഴത്തേനും നമ്മൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും എല്ലാം വളരെ കുറച്ച്, ആകെ 1/2 കിലോ ബീഫല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ മാത്രം. എന്നിട്ട് അത് കഴിച്ച് നോക്കിയപ്പോൾ ഒരു ഇച്ചിരി സാധനങ്ങളെല്ലാം കൂടുതലല്ലേ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ സവാള എല്ലാം വാടി വരുന്ന സമയത്തേക്ക് നമ്മളതിടുന്നു. കൂടാതെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ തക്കാളിയുടെ ഒരു 1/4 ഭാഗത്തിനേക്കാൾ കൂടുതൽ, എന്നാൽ 1/2 ഭാഗത്തിനേക്കാൾ കുറവ്. അത് മാത്രമേ ഇട്ടുള്ളൂ. തക്കാളിയുടെ ബാക്കി തിന്നിടത്താൻ എനിക്ക് നല്ല പുളി ഉണ്ടെന്ന് തോന്നി. കാരണം കുറേ പുളി വന്നു കഴിഞ്ഞാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കൂർക്കയും ബീഫൊക്കെ ഇട്ട് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു തവണ നമ്മൾ ലഞ്ചിന് അതിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് ചൂടാക്കിയിട്ട് വേണം അത് വീണ്ടും വെക്കാൻ. അതല്ലെങ്കിൽ കൂർക്കയെന്നൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മളത് എടുത്ത് വെക്കുമ്പോൾ വലിയ സുഖവും സന്തോഷമൊന്നും ഉണ്ടാവില്ല. കാരണം അത് നാശമായിട്ടുണ്ടാവും. ഈ ഉരുളക്കിഴങ്ങ് കൂർക്കയൊക്കെ ഇട്ടാലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതാണ്. അങ്ങനെ വീണ്ടും നമ്മൾ മല്ലിയിലയൊക്കെ ഇടുന്നു. തേങ്ങ കൊത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കട്ടെ. നമുക്കതൊന്നും ഇവിടെ ഇല്ലാത്തൊരു സാധനങ്ങളായതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചതേ ഇല്ല. വിസിലെല്ലാം പോയി എന്ന് ഉറപ്പാക്കി ആദ്യം ഇന്ന് കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ട് ആ മസാല ഒന്ന് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കുറേ കിടക്കുമ്പോൾ അതും നമുക്ക് കഴിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. അതൊരു 2-3 മിനിറ്റ് നേരത്തെ പരിപാടി ഉണ്ടായിരുന്നു. മിക്സ് ചെയ്ത് അവസാനത്തെ മിക്സ് ആയപ്പോഴത്തേനും എന്നാൽ പിന്നെ നമ്മുടെ കൂർക്കയും ബീഫും കൂടി ഇതിലേക്ക് ചൊരിയാം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. കൊള്ളാം. നോക്കിയപ്പോഴത്തേനും കുറച്ച് പൂറമുണ്ട്. എന്നാൽ പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് പൊടി ഇങ്ങോട്ട് പോരട്ടെ. യെസ്, അതും കൂടി ഇട്ട് ഈ മസാലയിൽ കൂടെ തന്നെ പിടിപ്പിക്കുമ്പോഴത്തേനും അത് ശരിക്കും ബീഫിലേക്ക് ഇറങ്ങും. ശരിക്കും ബീഫൊക്കെ വേവിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഉപ്പിട്ട് വേവിച്ചാലാണ് ഇറച്ചിക്ക് നല്ലപോലെ പിടിക്കുള്ളൂ. ഇതെനിക്ക് വേറൊരാൾ പറഞ്ഞു തന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു, ശരിയാക്കി എടുത്തു, ഇളക്കി മിക്സ് ചെയ്തു. ആ കുക്കറിൽ ഞാൻ പിന്നെയും കുറച്ച് വെള്ളം കൂടെ വെച്ച് ഇത് കൂടെയൊക്കെ ഒഴിച്ച് അത് മൊത്തം പിടിപ്പിച്ച് റെഡിയാക്കിയിട്ടാണ് എടുത്തത്. എല്ലാം കഴിഞ്ഞപ്പോൾ 11-12 മണിയായപ്പോഴത്തേനും ഇറച്ചിയും കൂർക്കയും വെന്തതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് വളരെ കാര്യമായിട്ട് കാണാനുണ്ട്. കഴിച്ചൊക്കെ നോക്കി വലിയ കുഴപ്പമില്ല എന്നല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ചോറിന്